ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് പ്രഗ്നൻസിയിലെ ഫോളിക് ആസിഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ ഈ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള കുറച്ച് കോംപ്ലിക്കേഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു 4th വീക്കോട് കൂടിയിട്ടാണ് നമ്മുടെ ബേബിയുടെ പ്രോപ്പർ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നതാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ ഇത് ന്യൂറൽ ട്യൂബിൽ നിന്നാണ് ഈ ബ്രെയിനും സ്പൈനൽ കോഡും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ B9 ആണ് ഫോളിക് ആസിഡ്. അതിന് വേറൊരു പേരാണ് ഫോളിക് ആസിഡ്. അപ്പോൾ ഈ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ ഇനഫായിട്ട് നമ്മുടെ ബോഡിയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ ഇത് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ആവാണ്ട് അതിൽ ചിലപ്പോൾ ചില ഗ്യാപ്പുകൾ വരും. അപ്പോൾ ഇതുവഴി ഉണ്ടാകുന്ന കണ്ടീഷൻസാണ് ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പല ടൈപ്പ് ഉണ്ട്. ഒരു ഫസ്റ്റ് ടൈപ്പാണ് സ്പൈന ബിഫിഡ. ഇതെന്ന് പറയുന്നത് തന്നെ 3 രീതിയിൽ അതിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഏറ്റവും ലെസ് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് സ്പൈന ബിഫിഡ ഒക്കുൾട്ട. ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി, ന്യൂറൽ ട്യൂബിൻ്റെ ഫ്യൂഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഫെയിലിയർ കാരണം അവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ഇപ്പം ജനിക്കുന്ന കുട്ടികളിൽ നമ്മളൊരു ബാക്ക് സൈഡിലായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ പോലെ കാണാം. പിന്നെ അവിടെ ചിലപ്പോൾ ഹെയറും ഉണ്ടാവും. ഇതാണ് സിംറ്റമാറ്റിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇതാണ്. പക്ഷെ അതല്ലാതെ അവർക്ക് വേറെ, കാരണം സ്പൈനൽ കോഡ് ഇതിൽ ഇൻവോൾവ് അല്ല, ഇത് ലെസ് സിവിയർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സ്പൈനൽ കോഡ് ഇൻവോൾവ് അല്ലാത്തതുകൊണ്ട് വേറെ ഒരുപാട് സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് സ്പൈന ബിഫിഡ ഒക്കുൾട്ട. അടുത്തൊരു ടൈപ്പാണ് മെനിൻജോസൈൽ. മെനിൻജോസൈൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും മെനിൻജസും കൂടെ ഇൻവോൾവ് ആണ്. അതായത് സ്പൈനൽ കോഡിനെ കവർ ചെയ്തേക്കുന്നതാണ് മെനിൻജസ്. ഈ മെനിൻജസ് ഈ ഒരു സാക്കിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഹോള് വരുന്ന പറഞ്ഞല്ലോ, ആ ഹോളിൽ കൂടെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരും. അതാണ് മെനിൻജോസൈൽ. അപ്പോൾ അത് കുറച്ചും കൂടെ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ്. പിന്നെ അതുപോലെ മൂന്നാമത്തെ ഒരു ടൈപ്പാണ് മൈലോ മെനിൻജോസൈൽ. അതെന്ന് പറയുമ്പോൾ സ്പൈനൽ കോഡിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണത്. ഇതിലും ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു പോർഷനും കൂടെ ഈ ഒരു ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. അപ്പോൾ അത് വളരെ സിവിയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വരുന്ന ബേബീസിന് ചിലപ്പം എത്രത്തോളം സ്പൈനൽ കോഡ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ള ബേസ് ചെയ്തിരിക്കും സിംറ്റംസ്. ചിലപ്പം വീക്ക്നെസ് ഉണ്ടാവാം, ലോവർ ലിംസ്, 2 കാലും വീക്കായി പോവും, അല്ലെങ്കിൽ 2 കാലം കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോകും ഒരു കംപ്ലീറ്റ്ലി സ്പൈനൽ കോഡ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. സർജിക്കൽ റിമൂവൽ ചെയ്താലും കറക്റ്റ് ചെയ്താലും പക്ഷേ സ്പൈനൽ കോഡ് ഇൻവോൾവ് ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ ബവൽ ആൻഡ് ബ്ലാഡറിൻ്റെ ഫംഗ്ഷൻ നഷ്ടപ്പെടാം, അത് കൺട്രോൾ ഇല്ലാത്ത രീതിയിലാവാം. അപ്പം ഇതൊക്കെയാണ് 3 ടൈപ്പ് ഓഫ് സ്പൈന ബിഫിഡ. ആദ്യത്തെ സ്പൈന ബിഫിഡ ഒക്കുൾട്ട ജസ്റ്റ് ഒരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് ഫ്യൂസ് ആവാത്തതുകൊണ്ട്. രണ്ടാമത്തെ ടൈപ്പാണ് മെനിൻജോസൈൽ. അതിൽ മെനിൻജസ് അടക്കം പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് വരും. പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് മൈലോ മെനിൻജോസൈൽ, ഏറ്റവും സിവിയർ. അതിൽ സ്പൈനൽ കോഡ് അടക്കം പുറത്തേക്ക് വരും. അവർക്ക് ഒരുപാട് സിംറ്റംസും ചിലപ്പം കാലൊക്കെ തളർന്നു പോകും. അങ്ങനെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഒരു ഫോമാണ് മൈലോ മെനിൻജോസൈൽ. ഇത് 3ആണ് സ്പൈന ബിഫിഡയുടെ ടൈപ്സ്. ഇനി അടുത്ത ഒരു ടൈപ്പാണ് എനൻസെഫാലി. ഇതെന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇവിടെ ബ്രെയിനും, അതായത് ബ്രെയിൻ, സ്കള്ള് ഇതൊന്നും ഡെവലപ്പ് ആവില്ല. ചിലപ്പം പാർഷ്യലി ഡെവലപ്പ് ആയിട്ടുണ്ടാവും, ചിലപ്പോൾ കംപ്ലീറ്റ്ലി മിസ്സിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ന്യൂറൽ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എക്സ്പോസ്ഡ് ആയിരിക്കും. ഇത് വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഫേഷ്യൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് കംപ്ലീറ്റ്ലി ഡിഫക്റ്റ് ആയിട്ടായിരിക്കും ആ കുട്ടി ജനിക്കുന്നത്. ഇനി ജനിച്ചത് തന്നെ കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. ന്യൂറൽ ട്യൂബ് ഡെവലപ്പ് ചെയ്യുമ്പം അതിൻ്റെ ആൻറ്റീരിയർ പോർഷനിൽ അത് ഫ്യൂസ് ആവാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഈ ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം അത് ഫ്യൂസ് ആവാതെ ഡിഫക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് ഇതുപോലുള്ള കണ്ടീഷൻസ് വരുന്നത്. ഇനി അടുത്ത ഒരു ടൈപ്പാണ് എൻസെഫാലോസൈൽ. ഇതെന്ന് പറയുന്നത് സ്പൈന ബിഫിഡ പോലെ സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പക്ഷേ എഫക്റ്റ് ചെയ്യുന്ന ഏരിയ ഡിഫറെൻ്റ് ആണ്. മറ്റേത് വേർട്ടിബിൾ കോളം പ്രോപ്പറായിട്ട് ഫ്യൂസ് ആവാണ്ട് ആണ് ആ ഒരു ഏരിയയിൽ, അതായത് ബാക്ക് റീജിയനിലാണ് നമ്മൾ ഇത് എഫക്റ്റ് ആവുന്നത്. ഇതെന്ന് പറയുന്നത് എൻസെഫാലോസൈൽ എന്ന് പറയുന്നത് സ്കള്ള് പ്രോപ്പറായിട്ട് ഫ്യൂസ് ആവാതെ, കൂടുതലും ഈ ഒസിപ്പിറ്റൽ റീജിയനിലാണ് ഇത് വരുന്നത്. ഈ ഒരു ഏരിയ ഫ്യൂസ് ആവാതെ അവിടെ ഇതുപോലെ ഹോള് വന്ന് അത് ബ്രെയിനിൻ്റെ ടിഷ്യൂസും കാര്യങ്ങളൊക്കെ അതുവഴി പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരും, മെനിൻജസ് അടക്കം. അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് എൻസെഫാലോസൈൽ. ഇതും പല രീതിയിലുണ്ടാവാം. ചിലർക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒരു ഹോള് മാത്രമേ ഉണ്ടാവുള്ളൂ,
ചിലർക്ക് അതിൽ മെനിഞ്ചസ് പുറത്തേക്ക് വരാം, ചിലർക്ക് ബ്രെയിനിൻ്റെ പാർട്സ് അടക്കം പുറത്തേക്ക് വരാം. അപ്പോൾ ഏതൊക്കെ സിവിയറിറ്റി ആണ് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ടൈപ്പും ഓരോ സിംറ്റംസും കാണിക്കുന്നത്. നമുക്ക് കൊച്ചു ജനിക്കുന്നതിന് മുന്നേ തന്നെ അൾട്രാസൗണ്ടിലും അനോമലി സ്കാനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതുപോലെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ എന്നുള്ളത്. കാരണം നമുക്ക് ബ്രെയിനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഫോം ആയിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ വെർട്ടിബിൾ കോളം കംപ്ലീറ്റ് ആയിട്ട് ഫ്യൂസ് ആയിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് അനോമലി സ്കാനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലെസ് സിവിയർ ആയിട്ടുള്ള ഫോം ആണെങ്കിൽ ചിലപ്പോൾ കൊച്ചു ജനിച്ചു കഴിഞ്ഞായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. ചിലപ്പോൾ ഇതേപോലെ ഒരു പ്രൊട്രൂഷൻ ഉണ്ടായിരിക്കും, ഹെയറും കാണും അതിൻ്റെ പുറകിൽ. അപ്പം അത് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ കണ്ടുപിടിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ഉണ്ട് സിവിയർ ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ജനിച്ചതിന് ശേഷമാണ് അറിയാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു സർജിക്കലി ഇത് റിമൂവ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് ഏറ്റവും എമർജൻസി ആയിട്ട് ചെയ്യും. അതായത് കൊച്ചു ജനിച്ചൊരു 48 hours തന്നെ എമർജൻസി ആയിട്ടാണ് അത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യുന്നത്. ഇനി സ്പൈനൽ കോഡ് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിയും റീഹാബിലിറ്റേഷനൊക്കെ ത്രൂ ഔട്ട് ലൈഫിൽ അവർക്ക് പിന്നീട് വേണ്ടി വരും സ്പൈനൽ കോഡ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ സിവിയറിറ്റീനനുസരിച്ചായിരിക്കും സിംറ്റംസ്, ആ സിംറ്റംസിനനുസരിച്ചായിരിക്കും നമ്മളുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കണ്ടീഷൻ ഒരു പരിധി വരെ നമുക്ക് വരാതിരിക്കാനായിട്ട് നോക്കാം. അതാണ് പ്രിവെൻഷൻ. അപ്പം പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഫോളിക് ആസിഡ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അപ്പം നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫോളിക് ആസിഡ്സ് കഴിക്കണം എന്നാണ് ഡോക്ടേഴ്സ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് 4th week ഓഫ് പ്രഗ്നൻസിയിലാണ്. അപ്പോൾ നമ്മൾ മിക്കവരും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് തന്നെ 4 weeks ശേഷമാണ്. കാരണം ഫസ്റ്റ് പീരിയഡ്സ് മിസ്സാകുമ്പോഴാണ് മിക്കവരും ടെസ്റ്റ് ചെയ്യുന്നതും അറിയുന്നതും. അപ്പോഴേക്കും ഈ ന്യൂറൽ ട്യൂബിൻ്റെ എന്തെങ്കിലും ഡിഫക്ട്സ് വരാൻ ചാൻസസ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഫോളിക് ആസിഡ്സ് കഴിച്ചു തുടങ്ങണം. അപ്പോൾ പണ്ട് കാലത്തുള്ള ആളുകളൊന്നും ചിലപ്പം ഇതുപോലെ ടാബ്ലറ്റ്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ചും കൂടെ നമ്മളെക്കാളും ബെറ്റർ ആയിരുന്നു. അവർക്ക് നല്ല ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലപോലെ ഡയറ്റൊക്കെ നോക്കി നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾക്ക് ഈ ടാബ്ലറ്റ്സ് എടുത്തില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമായിരിക്കില്ല കൂടുതൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത്, എന്തൊക്കെ കഴിക്കണം തീരുമാനിക്കുന്നതും ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതും മെഡിസിൻസ് കഴിച്ചു തുടങ്ങുന്നതും ഒക്കെ. അപ്പോൾ അതൊക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ന്യൂറൽ ട്യൂബ് ഡെവലപ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. അപ്പോൾ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുന്നേ അത് വന്നു കഴിയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.